ഇടതുപക്ഷത്തെ അതായത് LDF സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ കാഴ്ചക്കാർ വന്ന് ഒരുപാട് പേര് നമ്മളെ തെറി പറയും. നമുക്ക് എന്താണ് ഇത്ര, പലരും നമ്മളെ തിരികെ പറയാറുണ്ട് എന്താണ് ഇത്ര പിണറായി വിരോധമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്താണ് ഇത്ര പിണറായി വിരോധമെന്ന്, എന്തുകൊണ്ടാണ് എന്നതിന്റെ ഒരു കാരണം ഈ ഒരു ചെറിയ ക്ലിപ്പ് കണ്ട്. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആർഭാടവും, പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറു നിറച്ച് കഴിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കേരളത്തിൽ അദ്ദേഹം പോയിട്ട് ഓരോ സമയം ലഞ്ചായിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ ആർഭാടത്തോട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണം, അതുപോലെ താമസിക്കുന്ന ഹോട്ടലുകൾ 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഒരു രാത്രിക്ക് വരുന്ന ഹോട്ടൽ റൂമുകൾ, അങ്ങനെ അദ്ദേഹത്തിന്റെ ആർഭാട ജീവിതം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാരീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബുക്ക് ചെയ്ത റൂമിന് ഏതാണ്ട് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കുന്നല്ലോ, എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് വ്യവസായിയാണ്, 7 ലക്ഷം രൂപയുടെ ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു 7,000 റുപ്യ അല്ലെങ്കിൽ 16 റുപ്യയിൽ കൂടുതലുള്ള ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാലോ. പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ നേതാവ്, തൊഴിലാളി വർഗത്തിന്റെ നേതാവ് എന്നൊക്കെയാണല്ലോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിണറായി വിജയൻ, അപ്പൊ അദ്ദേഹം ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അവരുടെ പാർട്ടിക്കാരുടെ ഞരമ്പിലോടുന്ന ഓരോ രക്തത്തുള്ളികളും പറയുന്നത് പിണറായി സഖാവ് കി ജയ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ് പോയി ഇതുപോലെ ആർഭാടം കാണിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ചെലവാക്കുമ്പോൾ അതിന് വേദന ഉണ്ടാവും. പിന്നെ വല്ലവരുടെയും പൈസ എടുത്ത് ചെലവാക്കുമ്പോൾ അത്ര വേദന ഉണ്ടാവില്ല. പിന്നെ വല്ലവരുടെയും പൈസ ഇങ്ങനെ ധൂർത്തടിക്കുമ്പോൾ ഒട്ടുമേ വേദന, അത് വെറുതെ കിട്ടുന്ന പൈസ കൊണ്ട് ഇങ്ങനെ ധൂർത്തടിക്കുമ്പോൾ വേദന ഉണ്ടായില്ല. പിന്നെ സാബു ജേക്കബിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഇതുപോലെ ധൂർത്തടിക്കാൻ അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് അധ്വാനിച്ചുണ്ടാക്കുന്ന ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഇത് അധ്വാനിച്ചുണ്ടാക്കാത്തതും വല്ലവരുടെയും പൈസയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ധൂർത്താക്കി ചെലവായി. ഇതൊരു ഒരു കാരണം മാത്രമാണ് വിമർശിക്കുന്നതിന്റെ. അപ്പോൾ വെറുതെ പിണറായി വിരോധമാണ് നമ്മളെ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നവരെ അതിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തുകൊണ്ട് ആ വിരോധം ഉണ്ടാകുന്നു എന്നതുകൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക.